ബ്രോ ഇവിടെ ഓണമായിട്ടേ കടയൊന്നും തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു. ബ്രോയ്ക്ക് വല്ല കട തുറന്നിട്ട് അറിയാവോ? കട വല്ലതും തുറന്നിട്ടുണ്ടോന്ന് അറിയാനേ ഫുഡ് ഡെലിവറി ആപ്പ് വല്ലതും എടുത്ത് നോക്കിയാൽ പോരെ? അത് തുറന്നിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ആ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ കടയൊക്കെ തുറന്നിട്ടുണ്ടെന്നില്ലയോ അർത്ഥം? ആ അതൊരു ശരിയായിട്ടുള്ള കാര്യമാണ്. ഗുഡ് പോയിന്റ്. അപ്പൊ ബ്രോ മാത്രമേ ഉള്ളൂ ഡെലിവറിക്ക്? ആ ഓണം കഴിഞ്ഞോണ്ട് ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അതെ എനിക്ക് ഓർഡർ വന്നു കേട്ടോ. അല്ല നിങ്ങളെവിടെ പോവാ? ബ്രോ എനിക്കാ ഡെലിവറി. ഇറങ്ങടാ ഓരോന്ന് ഫുഡ് ഓർഡർ ചെയ്യും എന്നിട്ട് ഓസിന് വീട്ടിൽ വരെ പോകാനാ പ്ലാന്. ഇത് ടാക്സി ഒന്നുമല്ല നിന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ. എന്റെ പൊന്ന് ബ്രോ അതുകൊണ്ടല്ല. പിന്നെന്തോത്തിനാ? എനിക്ക് വീട്ടിലോട്ട് പോകാനുള്ള വഴി അറിയത്തില്ല. ഞാൻ ഓണത്തിന് വീട്ടുകാരടയ്ക്ക് വലിയ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യത്തിൽ ഇറങ്ങി പോകുന്ന എനിക്കിപ്പോൾ തിരിച്ചു പോകാനുള്ള വഴി അറിയത്തില്ല. ഇപ്പം ഇതാകുമ്പോൾ അഡ്രസ്സ് അതിലുണ്ടല്ലോ. ബ്രോ ഒന്ന് കൊണ്ടുവിടും ബ്രോ. പൈസ തരാം. ഫുഡൊന്നും വേണ്ട. ഫുഡ് ബ്രോ കഴിച്ചോ. എന്നെ ഒന്ന് കൊണ്ടുവിടും പ്ലീസ്. അമൂൽ ബേബി ആയിരുന്നല്ലേ? എടാ കുഞ്ഞെ വീടിന്റെ കളറെങ്കിലും അറിയാം നിനക്ക്? ഇല്ല, എനിക്കാകെ എൻ്റെ റൂമിൻ്റെ കളറേ അറിയത്തുള്ളൂ. ഞാൻ അങ്ങനെ റൂമിന് വെളിയിലൊന്നും ഇറങ്ങാറില്ല. തുടക്കത്തെ ഒരു ആവേശത്തിന് പുറത്തങ്ങ് ഇറങ്ങിയതാ. ആ സാറേ ഞാൻ താഴെ വന്നിട്ടുണ്ടായിരുന്നു. എടോ മേപ്പോട്ട് കയറി വാ. അല്ല സാറേ എത്രാമത്തെ നിലയായിരുന്നു? 46-ാമത്തെ നില. 46-ാമത്തെ. ലിഫ്റ്റ് ഉണ്ടായിരുന്നോ? ലിഫ്റ്റ് കംപ്ലൈന്റ്. നടന്നു കയറി വന്നാൽ മതിയടോ. എടാ മക്കളെ എത്ര നേരമായിടാ ഓർഡർ ചെയ്തിട്ട്? അയ്യോ മാഡം ഞാൻ ഒരു 10-40 മിനിറ്റ് ആയിട്ട് ഈ റെസ്റ്റോറൻറ്റ് ഫ്രണ്ട് ഇരിക്കുക. അവർ പ്രിപ്പയർ ചെയ്ത് പാഴ്സലാക്കി തന്നാലേ എനിക്ക് അങ്ങോട്ട് കൊണ്ടുതരാൻ പറ്റത്തുള്ളൂ. എന്നാ മോനൊരു കാര്യം ചെയ്യും, അമ്മാമ്മയ്ക്ക് ഭയങ്കര തലവേദന. ആ വരുന്ന വഴിക്ക് ആ മെഡിക്കൽ സ്റ്റോറിലൊന്ന് കയറിയിട്ടെ തലവേദനയുടെ ആ ഗുളിക ഒന്നും മേടിച്ചോണ്ട് വരാമോ? അല്ല ഫുഡ്. അയ്യോ കുഞ്ഞെ അത് ആയില്ലല്ലോ, സമയം എടുക്കത്തില്ലയോ? എന്നാ ശരി മേടിച്ചോണ്ട് വരാം. ഹലോ ഹലോ ആ മക്കളെവിടാ? ഞാൻ ഗുളിക മേടിക്കാൻ നിൽക്കുകയോ? ആ ഇതെയോ മോനെ, ഞാൻ വീട് നോക്കിയപ്പോൾ നമ്മുടെ വീട് മൊത്തം അഴുക്കും പൊടി. മോനെ ആ ഫ്ലോർ ക്ലീനർ കടയിൽ കയറിയിട്ടെ ഒരു ഫ്ലോർ ക്ലീനർ അങ്ങ് മേടിച്ചോണ്ട് പോവാ. ക്ലീനറോ? രാഘവൻ ചേട്ടനല്ലയോ? ആ എന്തുവാ? അല്ല ഇവിടുന്ന് വീട്ടിലോട്ട് എന്തോ സാധനം കൊടുത്തു വിടണമെന്ന് പറഞ്ഞായിരുന്നു. ഓ അല്ല അവള് വിളിച്ചതായിരുന്നു ഇല്ലയോ? ആ എന്നാ അങ്ങോട്ട് കൊടുത്തരുമോ? കൊടുത്തരും. ഇടയ്ക്കൊക്കെ വിളിക്കാം കേട്ടോ. വാങ്ങിച്ച് പാഴ്സൽ. ഹലോ അമ്മച്ചി ഞാൻ ഇറങ്ങും കേട്ടോ. ആ മോനെ ഇതുവഴിയാടാ വരുന്നേ? നൂറിനാട് വഴിയാ? അയ്യോ മോനെ അതുവഴി വരണ്ട, അതുവഴി തിരക്കായിരിക്കും. പണയക്കൂടി വാ. പണയക്കൂടി വന്നാൽ ഒരുപാട് കറങ്ങി വരണം. അയ്യോ കുഞ്ഞെ എനിക്ക് കുഴപ്പമില്ലടാ, പിന്നെന്തുവാടാ നിനക്ക് കുഴപ്പം? അത് നല്ല റോഡാടാ മോനെ, അതുകൊണ്ടല്ലയോ? വരാം. ഹലോ ഇപ്പൊ മോനെ എവിടാ? അത് പണയല ജംഗ്ഷനായി. ഓ കറക്റ്റ് സമയത്ത് അമ്മാമ്മ വിളിച്ചത്. മോനെ ആ ജംഗ്ഷനില്ലേ ഒരു കപ്പ കിട്ടുന്ന ഒരു കടയുണ്ട്. നല്ല കപ്പയാ, നല്ല വേവാ. മോനെ ഒരു 2 കിലോ ഒന്നും മേടിച്ചാട്ട. അല്ല ഫുഡ് ഡെലിവറി? ആ കപ്പ എന്തുവാ ഫുഡല്ലയോ? വയ്യാത്തോണ്ടല്ലോ ഇവിടെ അമ്മാമ്മയ്ക്ക്. സാധനമൊക്കെ മേടിപ്പിക്കുന്നത്. അപ്പൊ കനത്ത് നല്ല ടിപ്പൊക്കെ കിട്ടുമായിരിക്കും. ഫുഡ് ഡെലിവറിക്ക് വന്നായിരുന്നേ. ആ എടാ മോനെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആണ്ട് ആ വീടിനകത്തോട്ട് കയറ്റി വെച്ചേക്കെ. അമ്മയ്ക്ക് കൈ വയ്യടാ, ഇത് കയറ്റി വെക്കടാ. എല്ലാം മോളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓ മോനെ വാ, കുറെ കഷ്ടപ്പെട്ടില്ലേ പൈസ. ഇതിനകത്തൊരു 100 രൂപ കുറവുണ്ടല്ലോ. ഉണ്ട്, മോൻ തന്നെ അടുത്തോട്ടം വരണം. അപ്പം അമ്മ അതിന് ഇവിടെ ചേർത്ത് തരാവേ. അച്ഛനൊക്കെ ഭയങ്കര ടൈറ്റ്, അമ്മമ്മയ്ക്ക് വയ്യതാനും. എന്ത് ചെയ്യ? പാവം മോൻ. ഓട്ടോ ഓടി ഈ സമയം വേറെ 3-4 ഡെലിവറിക്ക് പോകാൻ. പറഞ്ഞതിനെക്കാട്ടിൽ ഒരു 5 മിനിറ്റ് നേരത്തെ ആണല്ലോ ചേട്ടാ. ഫുഡ് നമ്മളെ കിട്ടിക്കഴിഞ്ഞാലേ ഒരു ലാഗും വരുത്തത്തില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തിക്കാൻ നോക്കത്തേ. ചേട്ടാ സത്യം പറഞ്ഞാലേ ഇതൊരു ചലഞ്ചായിരുന്നു. ഞാനാണെങ്കിൽ 2 പേർക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അതിൽ ആദ്യം ആര് വരുന്നോ അവർക്ക് എൻ്റെ വക ഒരു ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പം
ചേട്ടനായിരുന്നു ഫസ്റ്റ് വന്നത്. ചേട്ടനൊരു 50,000 രൂപയാണ് ക്യാഷ് പ്രൈസ് അടിച്ചേക്കുന്നത്. ഫോൺ റബ്ബർ ഇട്ട് നടക്കുമായിരുന്നു. 20,000 രൂപയുടെ ഫോൺ മേടിക്കണം. ഇതുവരെ ഒരു സാരി മേടിച്ചു കൊടുത്തില്ലായിരുന്നു. 5,000 രൂപയുടെ സാരി. വണ്ടി കുറേ നാളുകൊണ്ട് റിപ്പയർ ആയി. ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. അതിനൊരു 5,000. ഇതല്ല നമ്പര്. 50,000 രൂപ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്യാമറമാൻ ഇത് കണ്ട 50,000 രൂപ ചേട്ടന്. അപ്പൊ വീണ്ടും അടുത്തൊരു വ്ളോഗുമായിട്ട് വരുന്നത് വരെ അടക്ക ഗുരുവി ബ്ലോഗ്സ്. അപ്പൊ ഒരു പിസ് കാണിച്ചേക്കും. ചേട്ടൻ പിസ്സല്ലേ ഉണ്ടെന്ന്. പിസ് എന്താണ് ഫുഡ്? ഫോൺ ചേട്ടാ. ഫോൺ കയ്യിലുണ്ട്. അങ്ങെടുത്ത് വന്നിട്ടുണ്ട്. ആ നമ്പറിലോട്ടെ 50,000 രൂപ തിരിച്ച്. തന്നതല്ലേ? 50,000 രൂപ ചേട്ടന്. എൻ്റെ വലിയ ചേട്ടൻ ആകെ ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 500 രൂപ കിട്ടുന്നത്. അപ്പോഴാണ് 50,000 രൂപ ചേട്ടന് സെൻഡ് ചെയ്യുന്നു. ഇതങ്ങോട്ട് ഇടി ചേട്ടാ. അമ്മയുടെ പൈസ ഇനി തിരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള. ഇങ്ങോട്ട് ഇട്. ക്യാമറയൊക്കെ ഓഫാക്കി ഇവിടെ ഇട്ടിട്ട് ചുമ്മാതെ. അടുത്ത ആൾക്കാർ ഇപ്പം വരും. സെറ്റ് ചെയ്ത് വെച്ചേക്കുക. സെൻഡ് ചെയ്ത് സ്റ്റാർട്ടാക്കാം. അടുത്ത ആൾ വരുമ്പോൾ ഇവിടെ നിൽക്കരുത്. അതുകൊണ്ട് പോ 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 ഓ ആ പോ. സാറേ സാറേ ആരാ? സാറേ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വന്നായിരുന്നു. ആ കേറി വാ. ഇയാള് ഇരിയടോ പോരാ. അല്ല എന്താ സാറേ? താൻ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. എന്നാ വാ ആ സാധനം എടുക്ക്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പിന്നെ അവിടെ ഒരു ബോട്ടിൽ ഇരിപ്പുണ്ടേ. ഫുഡ് എടുക്കുമ്പം അതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ഒഴിച്ചേക്ക്. ആ എങ്ങനെയുണ്ട് ഫുഡ്? അത് ഞാനല്ലേ സാറിനോട് ചോദിക്കണ്ട. പോയിട്ട് എന്തെങ്കിലും ധൃതിയുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു സാറ് ഒറ്റപ്പെട്ട് ഇരിക്കുകയെന്ന്. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? കുറച്ച് സാറേ അത് വേറൊന്നും കൊണ്ടല്ല, സാർ ആരോട് സംസാരിക്കാത്തതുകൊണ്ടാണ്. കുറച്ച് നേരം എന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ സാറിൻ്റെ ടെൻഷനൊക്കെ അങ്ങ് റിലീഫ് ആവും. ഓ താൻ ഡോക്ടർ വല്ലതാണോ? തനിക്ക് എങ്ങനെ അറിയാം? സാറേ ചിലർ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടേ എന്നെ ഫ്ലാറ്റിലോട്ടൊക്കെ വിളിക്കും. കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, അവരുടെ അടുത്ത് ആരും സംസാരിക്കാനൊന്നുമില്ല. അവരുടെ അടുത്ത് ഇത്തിരി നേരം സംസാരിക്കണം, അത്രയേ ഉള്ളൂ. അതും ചില ഈ വൃദ്ധരായിട്ടുള്ളവരുണ്ടല്ലോ, മക്കളൊന്നും ഇല്ലാത്ത, അവരൊക്കെയാണ് കൂടുതൽ വിളിക്കുന്നത്. പിന്നെ ചില നിരാശ കാമുകന്മാരും കാമുകിമാരും അങ്ങനെ ചിലരൊക്കെ വിളിക്കും. അപ്പൊ ഞാൻ ഏത് കാറ്റഗറി പെടുന്നതാ? ചേട്ടൻ എന്തോ ഒരു കാമുകിമാരുടെ നിരാശയാന്ന് തോന്നുന്നത് അല്ലയോ? അതെന്താ കാമുകനായാലും? ഹലോ വാവേ, എന്തെടുക്കുവാ? എടാ നാറി, എടാ 10-15 വർഷമായിട്ട് നീ ഞാനിവിടെ പ്രേമിച്ച് നടന്നല്ലടാ. നീയാ എന്നെ വിട്ടു വിരിച്ചിട്ട് പോയത്. ദേ കണ്ടില്ലോടാ എൻ്റെ പുതിയ പാർട്ട്ണർ. നോക്ക്, ഹായ് കൊടുക്ക്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. എടാ കണ്ടോടാ എൻ്റെ പുതിയ പാർട്ട്ണറിനെ, നീ കണ്ടോടാ. ആ മുഖത്തോട്ടും നോക്കടാ, എന്തൊരു മൊഞ്ച്. നിനക്കൊരു സർപ്രൈസ് വേറെ ഉണ്ട്, ഞാൻ തരാം. എവിടെ പോന്നു? എനിക്ക് ഡെലിവറി ഉണ്ട്. മുംബൈന് ഇപ്പോഴെങ്കിലും ഡെലിവറി ഇല്ലെന്നാന്നല്ലോ പറഞ്ഞേ. ഇപ്പൊ വന്നതാ. ഓടിക്കിടന്ന ചാവാനാന്നാ വിധി. അതെന്താ അങ്ങനെ? എടാ വേണ്ട, ഞാൻ മുംബൈനൊരു സാധനം എടുത്തിട്ട് അതിന്റെ മണ്ടക്കിടെ തൂകാൻ പറഞ്ഞില്ലയോ? അത് വിഷവാ, വിഷം. അതല്ലയോ ഞാനും കഴിച്ചത്. പിന്നല്ലാതെ ഇപ്പൊ വിളിച്ചാ തെണ്ടി ഉണ്ടല്ലോ, അവൻ കാണണം നമ്മൾ രണ്ടും കൂടെ ചത്ത് കിടക്കുന്നത്. വല്ലയിടത്ത് കിടക്കുന്നത് എനിക്ക് എന്തിനാ വിഷം തന്നത്?